ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ എല്ലാവരും കാണി സബ്സ്ക്രൈബ് ചെയ്യും, സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ഷെയർ ചെയ്യും, ലൈക്ക് അടിക്കും. ഇപ്പോൾ നമ്മളുള്ളത് ഡോണിലാണുള്ളത്, ആന്ധ്രയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ നാഗ്പൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ടയറൊക്കെ ഒന്ന് കൊട്ടി വെക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണി. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡോണിലാണ്. കർണൂർ, ഹൈദരാബാദ്, നാഗ്പൂർ, ഭോപ്പാൽ, ശ്രീനഗർ എന്ന് പറയുന്നത് കാശ്മീർ ഭാഗത്താട്ടോ. ഭോപ്പാൽ പിന്നെ MP-യിലാണ്, നാഗ്പൂർ മഹാരാഷ്ട്രയിലാണ്, ഹൈദരാബാദ് തെലുങ്കാനയാണ്, കർണൂരും തെലുങ്കാന ആന്ധ്രയാണ്. ഹൈദരാബാദ് തെലുങ്കാന ആന്ധ്രയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആന്ധ്രയാണ് ഹൈദരാബാദ്. ഇപ്പം നമ്മൾ കർണൂർ ഡോണിലാണല്ലോ, ഡോണിൽ. അങ്ങനെ നമ്മൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലേശം റേറ്റ് ജാസ്തിയാണ്, 90-44. ഡെൻസിറ്റി ഒക്കെ ഉണ്ട്. MRPL പമ്പാണ്, MRPL. അടക്കാണ് റോഡ്. കള്ളന്മാരൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഒന്ന് ഉറപ്പ് വരുത്തും നമുക്ക് മേലെ കയറിക്കാണ്ടേ. മേലെ കയറാതെ നമ്മളൊന്ന് മടിച്ചാലേ ഇപ്പം നമുക്ക് ടെൻഷനില്ല. അതായത് ഇവിടം വരെ കുഴപ്പമില്ലാന്നില്ല നമുക്ക് അറിയാൻ കഴിയും. കയറൊക്കെ ലൂസായിക്കണ്. കയറൊക്കെ ലൂസായിക്കണ്ട്, അങ്ങോട്ടും കൊണ്ടൊക്കെ നീങ്ങിപ്പോയിക്കണ്. ഒക്കെ ലൂസാ. പേടിയാണ്. ഇതൊക്കെ വില കൂടിയ സാധനങ്ങൾ ലോഡ് കയറ്റിയല്ല പ്രശ്നം. അതാണ്, സമാധാനം ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ മേലെ കയറിക്കാണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. നമ്മൾ രാത്രി ഓടിയതാണ്, കുറേ സിംഗിൾ റോഡിനും ഇതിലൊക്കെ വണ്ടി ഓടിയതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക എന്താ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി വണ്ടിൻ്റെ മുകളിൽ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ ഇവിടം വരെ കുഴപ്പമില്ലാന്നിപ്പോൾ നമുക്ക് മനസ്സിലായി. ഇവിടുന്ന് അങ്ങോട്ടുള്ള നോക്കിയാൽ മതിയല്ലോ. അതിന് വേണ്ടി ഇപ്പോൾ വണ്ടീൻ്റെ മുകളിൽ കയറിയാണ്. ഒരു സേഫ്റ്റി എന്നുള്ള നിലക്ക് നമ്മളിനി ഇവിടുന്ന് ഫുള്ളാക്കും, ഡീസൽ ഫുള്ളാക്കും. എന്നിട്ട് ബാക്കി നാഗ്പൂരിൽ നിന്ന് അടിക്കും ലോഡ് ഇറക്കിയിട്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 1000-1100 കിലോമീറ്ററോളം ഓടാണ്ട്. ഇറക്കണോടത്തൊക്കെ സൈറ്റിക്ക് ഒരു 1100 കിലോമീറ്റർ ഇവിടുന്ന് വരും. ഇനി നമ്മൾ ഡീസൽ ഫുള്ളാക്കും. ഇവിടുന്ന് ഏകദേശം ഒരു 25,000-26,000 റുപ്യേൻ്റെ ഡീസൽ വരും. പിന്നെ നമ്മൾ ലോഡ് ഇറക്കിയിട്ട് ഫുള്ളാക്കും. അവിടുന്ന് വാടക കിട്ടിയിട്ട് പിന്നെ ഫുള്ളാക്കുള്ളൂ. കയറൊക്കെ ലൂസായിട്ട് ആകെ ഇതാക്കണം. അട്ടിയല്ല, അടിപൊളി അട്ടിയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കയറ് വലിച്ചു കെട്ടണമൊന്നുമില്ല. മറ്റേ ഒന്ന് ചുറ്റി കൊടുക്കുന്നത് നല്ലതാണ്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കെട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് ചള്ളിക്കരയാണ്. ചളിക്കര ഭയ്യ, ചെല്ലക്കര അല്ല ചളിക്കര, ചെല്ലക്കര. ഇവിടെ 90 രൂപ 44 പൈസയാണ്. മഹാരാഷ്ട്രൻ്റെ അതേ റേറ്റാണ്. മഹാരാഷ്ട്ര ഡീസലിൻ്റെ അതേ റേറ്റാണ് ഇവിടെ. പിന്നെന്താ വെച്ചാൽ MRPL എണ്ണയാണ്, നല്ല ഡീസലാണ്. MRPL ജിയോ, റിലയൻസ് ഒക്കെ ചെറിയ പൈസ കൂടും. ചള്ളിക്കരയാണ്, ചളിക്കര. ഇനി നമ്മൾ ഇവിടുന്ന് ഫുള്ളാക്കും. ഏകദേശം ഒരു 25,000-26,000 ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ മേലെ പോവും, 26-ന് മേലെ പോവും. റോഡൊക്കെ കുറേ സിംഗിൾ റോഡും പിന്നെ നമ്മളെ ചക്ലേശ്പുര ചുരം കയറിയിട്ട് വരുന്നത്. വളരെ മോശം റോഡ്. ഹാസൻ ചക്ലേശ്പുര റോഡ് ரொம்ப മോശമാണ്. അപ്പോൾ നമുക്ക് 24,600 രൂപയുടെ ഡീസല്. അപ്പോൾ നമുക്ക് 25,000-ന് കൊള്ളൂല. 24,700-ന് റൗണ്ടാക്കാണ്. അതിനങ്ങനെ പുറത്തേക്ക് പോവും. 24,700-ലാണ് ഫുള്ളാക്കും. ബൈ ബസ്.
അതിലൊരു 10 റുപ്യ 20 റുപ്യയുടെ ഡീസലേ പോവുള്ളൂ. അത് മതി. 24,500 അല്ലേ ഭായി? हाँ बिल डालो. गूगल पे है, फोन पे है. गाड़ी नंबर बोल. KL02 BG779 KL02 KL. ആ 24,700 രൂപയുടെ ഡീസലായി. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ലോഡ് നാഗ്പൂർ പോയി ഇറക്കിയിട്ട് നമ്മൾ ഡീസൽ അടിക്കുള്ളൂ. MP ബോർഡിൽ ഇറക്കണം. ഏകദേശം ഇവിടുന്ന് ഒരു 1000-1100 കിലോമീറ്റർ ഓടാണ്ട്. കൂട്ടിയില്ല. കർണാടകയിലെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറുള്ള സാധനമാണ് ഈ ആൽമരം. ചെറിയ റോഡുകൾ കൂടെ പോകുമ്പോൾ വലിയ ഹൈറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണിത്. വലിയ വലിയ ആൽമരങ്ങൾ റോഡിലുണ്ടാവും. എന്നിട്ട് അതിൻ്റെ കൊമ്പും കൊള്ളി അതിൻ്റെ കോച്ചിലൊക്കെ റോഡിലായിരിക്കും. ഒരു വണ്ടി വരുമ്പോൾ സൈഡ് കൊടുക്കാനും കഴിയില്ല. വല്ല വടയക്ഷി ഇരിക്കുന്നുണ്ടാവും ആൽമരത്തുമ്മ. ഒഴിഞ്ഞൊരു പ്രദേശത്തിലൂടെയാണ് പോകുന്നത്. രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമാണെങ്കിൽ നമുക്ക് സുഖമാണ്. ശരിക്കും കാണാൻ കഴിയും മരങ്ങളും കൊമ്പും എല്ലാം. അവിടുന്ന് ഒരു വണ്ടി വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഫുള്ള് ലൈറ്റുകളെല്ലാം ബ്രൈറ്റിലാണ് കിടക്കുന്നത്. ഇനി വണ്ടി വരുമ്പോൾ നമ്മൾ ഡിം അടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്കും കണ്ണ് കാണൂല, വരുന്ന വാഹനങ്ങൾക്കും കണ്ണ് കാണൂല. നല്ല ശ്രദ്ധിക്കേണ്ടതായ കേസാണിത് ഈ മരങ്ങൾ. ലാത്തൂര്, ഗുൽബർഗ, ബെല്ലാരി ഇങ്ങനെ പോകുന്ന സ്ഥലമാണ് റോഡ്. ഗുൽബർഗ, ലാത്തൂർ. നല്ല വെയില്, മഴ, മഴ, വെയില്. നമ്മളെ വണ്ടിക്ക് ഇപ്പോൾ 2 വൈഫറൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം അവിടെ വൈഫറില്ലേനും, ഇവിടെ വൈഫറുണ്ട്, അവിടെയും വൈഫറുണ്ട്. വെക്കാനാകെ ചെറിയ ചിലവുള്ളൂ. മറ്റേത് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒന്നും കണ്ണ് കാണൂല. ഇപ്പൊ നമ്മൾ ഉള്ളത് ഗുത്തിയിലാണ്. ഗുത്തി ഇപ്പോൾ ഇവിടുന്ന് നാഗ്പൂർ കിലോമീറ്റർ 800 കിലോമീറ്റർ അവിടെ കണ്ടത്. 805 കിലോമീറ്റർ. അതിലിപ്പോൾ 4-5 കിലോമീറ്റർ നമ്മൾ പോകുന്നു. ഇനി നമുക്ക് 800 കിലോമീറ്റർ പോകാനുണ്ട്. രാവിലെ 6 മണിയാകുമ്പോൾ നാഗ്പൂർ നമുക്ക് പാസ്സാവണം. 6 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോ എൻട്രി ആണ്. നോ എൻട്രി ആയാൽ പിന്നെ 11 മണി വരെ കാത്തിക്കണം. അപ്പോൾ നമുക്ക് ലോഡ് ഇറക്കൽ ബുദ്ധിമുട്ടാവും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങൾ ഭയങ്കര കയറ്റമാണ്. കുത്തി എന്ന് പറയുന്നത്. പലരും പല പേരും പറയും. നമ്മൾ കുത്തി കുത്തി അറിയും, നല്ലൊരു കുട്ടി അറിയും. നല്ല സ്റ്റൈല് സ്ഥലങ്ങളാണ്. ഇനി നമുക്ക് അവിടെ ഒരു കിലോമീറ്റർ വരുന്നുണ്ട്. ഡോണക്ക് 34 കിലോമീറ്റർ, കർണൂർ 89 കിലോമീറ്റർ, ഹൈദരാബാദ് 299 കിലോമീറ്റർ, ചർച്ചർല 216 കിലോമീറ്റർ. ചെറിയൊരു സ്പ്രേമയ വന്നു പോയി ഇവിടെ. ഇതിൽ പിന്നെ എങ്ങനെ വണ്ടി ഓടിച്ചു പോകാം. റൈറ്റ് സൈഡിലേക്ക് പോകുന്നവർക്ക് റൈറ്റ് സൈഡിൽ പോവാം, ലെഫ്റ്റ് സൈഡിൽ പോകുന്നവർക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടി പോവാം. യാതൊരു പ്രശ്നമില്ല. അത് ഒഴിഞ്ഞ ഏരിയയാണ്, ടൗണുകളല്ല. ഇപ്പം ഇതിൽ ടൗണ് വന്നാലും നമുക്ക് പ്രശ്നമില്ല. ടൗണൊക്കെ സർവീസ് റോഡിന് അങ്ങനെ പോവും. ഇതിൽ ഏകദേശം ലോറികളൊക്കെ റൈറ്റ് സൈഡിൽ കൂടി ആയിരിക്കും പോവാം. അത് ഞാൻ എൻ്റെ ഒരു മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ
ഞാൻ ഒരു വട്ടം പറഞ്ഞതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം എൻ്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഒരു മൈനസ് പോയിന്റ്. ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാൽ അയിമ ഞാൻ നിർത്തുന്നില്ല, വീണ്ടും ഞാൻ അതന്നെ പിന്നെയും പറയാണ്. അതാണ് എനിക്ക് ഇതിലൊരു പാൾട്ട്. പിന്നെ എൻ്റെ സംസാരത്തിന് ഒരു ശൈലിയുണ്ട്. എന്ത് പറഞ്ഞാലും എന്ന് ഞാൻ തന്നെ പറയുന്നുണ്ട്. അതും ഒരു ഇതായിട്ട് കാണുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ അതെല്ലാം ക്ഷമിക്കുകയും, എല്ലാ മനുഷ്യരും ഒരേമാതിരി ആവില്ലല്ലോ, പലരും പല വ്യത്യസ്ത കോലത്തിലായിരിക്കും. പടച്ചവൻ്റെ പ്രൊഡക്ഷനല്ലേ നമ്മളെല്ലാം. എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റിൽ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും പടച്ചവൻ. നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും പടച്ചവൻ തന്നിട്ടുണ്ട്. കണ്ണുണ്ട്, കാലുണ്ട്, കൈയുണ്ട്, മൂക്കുണ്ട്, ശരീരം മൊത്തമുണ്ട്, കുഴപ്പമില്ല, മുടിയുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് എന്തെല്ലാം കമ്മിയുണ്ട്. അതിലൊന്നും നമ്മളെ പടച്ചപ്പെടുത്തിയില്ലല്ലോ, അതിൻ്റെ വലിയ കിട്ടലാണ്. ഇവിടെ ഓട്ടോക്കീനൊരു ലെഫ്റ്റ് കൂടി പോവാ വേണ്ടവര്, അല്ലാത്തൊരു റൈറ്റ് കൂടി പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോക്ക് ചെയ്തു ലെഫ്റ്റ് സൈഡിൽ കൂടി. നമ്മളപ്പോൾ പടച്ചവനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടാൻ പോകുള്ളൂ, നമ്മളെ ആരോഗ്യം. നമുക്ക് എങ്ങനെ ആരോഗ്യമുണ്ടോ അത് നിലനിർത്തി തരണമേ എന്ന് പറയാം. പൈസയും സ്ഥലവും വണ്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ, ആരോഗ്യമുണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാത്തിനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാവർക്കും ഒരു ദൈവം തന്നെ ഉള്ളൂ. പിന്നെ പല മതങ്ങൾ പലതും വിശ്വസിക്കുന്നു. നമ്മൾ ഏത് മതത്തിൽ ജനിക്കുന്നുവോ ആ മതമാണ് നമ്മുടെ മതമായി മാറുന്നത്. അത് മുസ്ലിം ആവാം, ഹിന്ദു ആവാം, ക്രിസ്ത്യൻ ആവാം, എന്തോ ആവട്ടെ, ഏത് ജാതിയായാലും വേണ്ടില്ല, ഏത് മതമായാലും വേണ്ടില്ല. മനുഷ്യന്റെ ഹൃദയം നന്നായാൽ മതി. സന്മനസ്സുള്ളൊരു മനുഷ്യനാവുക, പാവപ്പെട്ടവരെ സഹായിക്കുക, ആപത്ത് ഘട്ടങ്ങളിൽ എല്ലാവരെയും സഹായിക്കുക. എല്ലാവരെയും പൈസ കൊണ്ട് സഹായിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിലപ്പോൾ അത് ശരീരം കൊണ്ടാവാം, ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആവാം, ചിലപ്പോൾ അതൊരു എന്താ പറയുക, ഒരു അരക്കിലോ അരി ആവാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമാവാം. അപ്പോൾ മനുഷ്യനായിട്ട് ജീവിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ സാഹിത്യം പറയുമെന്ന് വിചാരിച്ചു, അതല്ല കേട്ടോ, വെറുതെ പറഞ്ഞു എന്നുള്ളൂ. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുക, അന്യന്റെ മുതൽ ആഗ്രഹിക്കാതെ ജീവിക്കുക. എനിക്ക് അത്രേ പറയാറുള്ളൂ. അവൻ്റെ മുതൽ നമുക്ക് കിട്ടണം, അവനെപ്പോലെ ആവണം, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാനേ പാടില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ നമുക്ക് ആരോഗ്യ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ ഒരു മനുഷ്യൻ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ന്യൂട്രടിക്കാറില്ല. അപ്പോൾ ഇറക്കാൻ ഇറങ്ങുന്നത് ആക്സിലേറ്റർ വന്ന് എല്ലാം കൂടെ കാലൊഴിവാക്കുക, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും വണ്ടി. നമുക്കിപ്പോൾ ഒരു വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട് ഡിസ്പ്ലേയിൽ. മുമ്പ് ഉണ്ടായിരുന്നതാണ്, സെൻസറിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതിപ്പോൾ രണ്ടാമതും ശരിയാക്കി, അതായത് ഇപ്പോൾ രണ്ടാമത് വന്നിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ വാർണിംഗ് ലൈറ്റുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ കാണണം, അതൊരു രസമാണ് അതിലേക്ക് നോക്കുവാൻ. എന്തെങ്കിലും ഒരു ചുവപ്പോ മഞ്ഞ ലൈറ്റോ ഉണ്ടായാൽ പിന്നെ അങ്ങനെ ഒരു ടെൻഷനാണ്. ഇപ്പോൾ നമുക്കൊരു വാർണിംഗ് ലൈറ്റ് മഞ്ഞ വന്നുകൊണ്ടുണ്ട്. EGR-ൻ്റെ ലൈറ്റാണ് ഇപ്പോൾ വന്ന് കിടക്കുന്നത്. കുഴപ്പമില്ല, മഞ്ഞയാവുകൊണ്ട് വാർണിംഗ് ആണ്, പ്രശ്നമില്ല. എന്നാലും നമുക്ക് വണ്ടി ഓടിക്കുന്നതിനോ പോകുന്നതിനോ കുഴപ്പമില്ല. ഈ ഹൈവേയിലാണ് ഈ അമ്പ് കൊടുത്തിട്ട്. ഈ പൊട്ടന്മാർക്ക് എന്തിനാ ഇവിടെ ഇപ്പോൾ ഞാനിതാ ഒഴിഞ്ഞൊരു സ്ഥലം, ഇവിടെ എന്തിനാ ഇപ്പോൾ അവർ ഈ അമ്പ് കൊടുത്തിട്ടുണ്ട്? എല്ലാ നാട്ടിലും ഓരോ പൊട്ടന്മാരുണ്ടാവും മേലുദ്യോഗസ്ഥന്മാരായിട്ട്. അതാണ് എൻ്റെ പ്രശ്നം. അവരെ പൊട്ടത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ
വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ അമ്പ് നമ്മൾ അവിടെ ചവിട്ടി നിർത്തും. ബാക്കിൽ വരുന്നവൻ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിന്തയിലായിരിക്കും, അവൻ കണ്ടിട്ടുണ്ടാവില്ല, അവൻ വന്നടിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ആക്സിഡൻറ്റുകൾ, ആവശ്യമില്ലാത്ത ആക്സിഡൻറ്റുകൾ വിളിച്ചു വരുത്തണം. അതൊക്കെ ഏർവാത്ത് പോകുന്നുണ്ട്. 1 കോടി റുപ്യ മേലുള്ള വണ്ടിയാണ് പോകുന്നത്. ഒരു ബെൻസിനെക്കാട്ടിൽ വിലയാണ് ആ വണ്ടിക്ക്. ആ ഒരു ബസ് കിട്ടിയാലും ഇപ്പോൾ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ നിറച്ച് ചെടികളായിരുന്നു, ഇതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പുതിയത് വെക്കും. നമുക്ക് രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം വരാറില്ല. ഇവിടെ എല്ലാം നല്ല ചെടികൾ. അത് കാരണം അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവന് ശല്യമില്ല, ഇവിടുന്ന് അങ്ങോട്ട് പോകണവന് ശല്യമില്ലായിരുന്നു. ഇനി എല്ലാം പുതിയ ചെടികളെല്ലാം വെക്കും. പിന്നെ അതുപോലെ ഇപ്പം മാങ്ങയുടെ സീസണല്ല, മാങ്ങ സീസണാണ്. ഇതിൽ നിറച്ച് മാങ്ങ കച്ചവടക്കാരായിരിക്കും. ആന്ധ്ര ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലെ കോഴിക്കൂടില്ലേ, കോഴിക്കൂട് പറയും, അതിന് 2-4 ടയർ വെച്ച് റോട്ടിൽ ഇറക്കി എന്താ അതന്നെ അത് സാധനം. ഡൽഹിയോട്ട് പോകുന്നുണ്ട്, വോൾവോയുടെ വണ്ടിയാണ് പോകുന്നത്. ഇവിടുത്തെ ബസ് എന്താണെന്നറിയില്ല, ഒരു മോഡലും ഇല്ല, ഒരു ഡിസ്പ്ലേ, ഒരു രസമില്ല. ഞാൻ കോഴിക്കോട് 2 ടയർ വെച്ച് വിട്ടേക്കാന്ന് പറയുന്നത്. എന്താ സ്റ്റൈല് സ്ഥലം നോക്കാം നിങ്ങൾ. അപ്പോൾ നമുക്ക് വീണ്ടും 1 കിലോമീറ്റർ വരുന്നുണ്ട്. ഡോണക്ക് 32, കർണൂർ 82, ഹൈദരാബാദ് 292, നാഗ്പൂർ 777 കിലോമീറ്റർ. നാഗ്പൂർ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ മനുഷ്യനായി ജീവിക്കൂ, മനുഷ്യനെ സ്നേഹിക്കൂ, സഹായിക്കൂ. പണം കൊണ്ട് തന്നെ സഹായിക്കണമെന്നില്ല, വേറെ ഒരുപാട് കാര്യങ്ങളാൽ ഉണ്ടാവും. ആർത്തിയും അഹംഭാവവും ഇല്ലാതെ ജീവിക്കൂ. ആക്രാന്തം പിടിക്കാതെ ശാന്തിയും സമാധാനമുള്ള ജീവിതം ആഗ്രഹിക്കൂ. അപ്പോൾ നമുക്കൊരു മനുഷ്യനായി ജീവിക്കാൻ കഴിയും. കയറിക്കോ, പോയിക്കോ. ഞാൻ അയച്ചെടുത്തു. അപ്പം അവന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവനെ സ്വീപ്പാക്കാം. ഞാൻ ഒപ്പം പിടിച്ചു കഴിഞ്ഞാൽ അവന് പോട്ടയ്ക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാനൊന്ന് അയച്ചു കൊടുത്തു, കാലയച്ചു കൊടുത്തു, അവൻ ഓട്ടയ്ക്ക് ഇത് പോയി. അപ്പോൾ നമ്മൾ സഹകരണമുള്ളൊരു ഡ്രൈവിംഗ് ആണെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റുകൾ കുറക്കാൻ കഴിയും. എന്തിനും ഒരു സഹകരണം, ചെറിയൊരു ശാന്തിയും സമാധാനവും നമ്മളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ വരും. അതതിനനുസരിച്ച് അപ്പം ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ പ്രഷർ കാണിക്കരുത്. ആദ്യം നമ്മളൊരു ശാന്തി സമാധാനം ആഗ്രഹിക്കാം. ഇപ്പോൾ അവിടെ ഒരു വണ്ടി കേടുന്ന് കിടക്കുന്നുണ്ട്. ഈ വണ്ടി വളരെ സ്ലോവിൽ വരുന്നത്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിൽ കയറി പോകാൻ കഴിയും. നമ്മൾ എങ്ങോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം. ഇൻഡിക്കേറ്റർ സിഗ്നൽ കറക്റ്റ് കാണിച്ചു കൊടുക്കുക. ലെഫ്റ്റിക്കാണെങ്കിൽ ലെഫ്റ്റിക്ക്, റൈറ്റിക്കാണെങ്കിൽ റൈറ്റിക്ക്. അപ്പോൾ ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്കത് നമ്മൾ എങ്ങോട്ടോ ഒരു പൊസിഷനിലേക്ക് മാറുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ചില ഡ്രൈവർമാരുണ്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഒന്നും ഇടൂല. അങ്ങോട്ട് കയറും, അങ്ങോട്ട് ഇറങ്ങും, വീണ്ടും അങ്ങോട്ട് കയറും, അങ്ങോട്ട് ഇറങ്ങും. അത് ബാക്കിൽ വരുന്നവന് എന്തുമാത്രം ഉപദ്രവമാണെന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. നമുക്കൊരു ചിലവുമില്ല, ഒരു മുടക്കുമില്ല. ആ ലിവറൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അതുപോലെ ചെയ്യാതെ എത്രയോ റഫ് റോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഡ്രൈവറായിട്ട് നല്ല ഡ്രൈവറായിട്ട് പറയല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നമുക്കത് ഏത് റോട്ടിൽ പോയാലും നമുക്കത് കണ്ടിന്യൂറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. ബാക്കിൽ വരുന്ന വാഹനത്തിന് അവനൊരു ഐഡിയ കിട്ടും, ആ വണ്ടി അങ്ങോട്ട് തിരിയാണ്, അല്ലെങ്കിൽ ആ വണ്ടി ഇങ്ങോട്ട് തിരിയാണെന്നുള്ളത്. മറ്റേ അവൻ വന്ന് അടിച്ച് പിരിയായി ആളൊക്കെ പാടെ പണി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റ് ഏത് റോട്ടിലാണെങ്കിലും സിഗ്നൽ കറക്റ്റ് കൊടുക്കണം. നമ്മൾ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, കത്തുന്നുണ്ടോയെന്നല്ലേ. നിസാരം ഒരു മുടിയുടെ നീളത്തിലുള്ളൊരു സ്പ്രിങ് ആണ് ഒരു ബൾബിൻ്റെ ഉള്ളിൽ വരിക. ആ സ്പ്രിങ് വേറിട്ട് കഴിഞ്ഞാൽ ബൾബ് കത്തില്ല. അപ്പോൾ നമ്മൾ വല്ലപ്പോഴൊക്കെ നമ്മുടെ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ് ഇതെല്ലാം കത്തുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് വളരെ വളരെ നല്ലതാണ്.
ഏത് റോട്ടിൽ നമ്മൾ എങ്ങോട്ട് തിരിയാണെങ്കിലും ലെഫ്റ്റ് റൈറ്റ് കയറി ഇറങ്ങുകയാണെങ്കിലും സിഗ്നൽ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്താണ്. ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആക്സിഡൻ്റ് അത് കാരണം ഒഴിവാക്കാൻ കഴിയും നമുക്ക്. നമ്മളായിട്ടൊരു അപകടം വിളിച്ചു വരുത്തരുത്. നമ്മളൊരു അപകടം ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നല്ല കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്യണം. പിന്നൊക്കെ തവക്കൽത്തു അലല്ല, നല്ല വിധിക്ക് വിട്ടുകൊടുത്തു. വരുന്നോടത്ത് വെച്ച് കാണാം, അത് വേറെ വിഷയം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ നമുക്ക് വീണ്ടും 1 കിലോമീറ്റർ ബോർഡ് വരുന്നുണ്ട്. ടോൺ 23, കർണൂർ 73, കോത്ത്കോട്ടെ, ഹൈദരാബാദ് 2, ആദിലാബാദ്, ശ്രീനഗർ, വാരണാസി. ശ്രീനഗർക്ക് 2683 കിലോമീറ്റർ, വാരണാസിക്ക് 1473 കിലോമീറ്റർ. ശ്രീനഗർ എന്ന് പറയുന്നത് ജമ്മു ശ്രീനഗർ കേട്ടോ, കാശ്മീർ ബോർഡർ, ഇന്ത്യൻ്റെ ബോർഡർ അല്ലേ ശ്രീനഗറും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിൽ എന്താ വെച്ചാൽ പിന്നെ കുറേ ഡ്രൈവർമാരുണ്ട് കേട്ടോ, വാശി പിടിച്ച ഡ്രൈവർമാർ. നമ്മളിപ്പോൾ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ അവനാണ് പോവില്ല, നമുക്കാണ് ഓവർടേക്ക് ചെയ്യാൻ അവൻ ഗ്യാപ്പ് തരൂല്ല. എന്നാൽ ബൈ ചാൻസിൽ നമുക്കൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമ്മളൊന്ന് കയറിയോ അപ്പം അവനാണ് സ്പീഡ് കൂട്ടും. അരുണാചല സിമെന്റിന്റെ വണ്ടികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് കുറെ വാശി പിടിച്ച ഡ്രൈവർമാരുണ്ട്. എല്ലാരും നമ്മൾ പറയുന്നില്ല. അതായത് നമുക്ക് സൈഡ് തരൂല, ഫോൺ അടിച്ചാൽ തരൂല, സൈഡ് ഉള്ളിടത്തൊന്നും തരൂല. എന്നാൽ ബൈ ചാൻസ് നമുക്ക് കയറിയോ അപ്പം അവനാണ് സ്പീഡ് കൂട്ടും. എന്നിട്ട് പിന്നെ നമ്മളാണ് പകുതി കയറും ചെയ്യും, അവനാണ് സ്പീഡ് കൂട്ടും ചെയ്യും. നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ എതിർദിശയിൽ നിന്ന് വാഹനം വരും ചെയ്യും. പിന്നെ അവിടെ ഒരു വിരകിത്തൂറലാണ്. അതായത് നമുക്ക് ഇവിടെ സൈഡ് ലെഫ്റ്റ് കാക്കാനും കഴിയില്ല, മറ്റവനാണ് പോവുകയും ചെയ്യില്ല. എന്നാൽ നമുക്കുള്ള എതിർദിശയിലുള്ള വാഹനം എത്തും ചെയ്തു. അപ്പം എന്താ ഈ തെറ്റുകാരൻ നമ്മളായി. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ കയറി, നമ്മളടുത്താണ് തെറ്റ്. അപ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന വാഹനക്കാരൻ നമ്മുടെ ചീത്ത പറയും. എന്നാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ വാഹനം ഒന്ന് ഒതുക്കി തന്നാൽ നമുക്ക് അവിടെ ഓവർടേക്ക് ചെയ്യാം. അവനെന്ത് കാട്ടും? വാശിക്ക് അവൻ ഒപ്പത്തിനൊപ്പം പിടിക്കും. പിന്നെ അവിടെ ഒരു കൂട്ടടിയാണ്. അവനും തട്ടും, വരുന്നവനും തട്ടും, നമ്മളും തട്ടും. 3 തട്ടലാണ് അവിടെ വരുന്നത്. അപ്പം എന്ത് ചെയ്താൽ മതി? ആ ലെഫ്റ്റ് സൈഡിലുള്ള വാഹനം ഒന്ന് ബ്രേക്ക് ചെയ്താൽ, ഒന്ന് കാല് വെച്ച് ഒന്ന് സ്ലോ ആക്കി കൊടുത്താൽ അവിടെ ഒരു ആക്സിഡൻറ്റും ഇല്ലാതെ ആ വണ്ടി കടന്നു പോകും. അപ്പം എന്താ ഈ കിട്ടിയ ഗ്യാപ്പിൽ ഈ ഓവർടേക്ക് ചെയ്യണവനാണ് കയറും ചെയ്യും. നമ്മുടെ വേക്കോ കാര്യങ്ങളോ അവൻ്റെ ഫ്രണ്ടിലെ കുളത്തും ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വെട്ടിക്കും. അപ്പോൾ എതിർദിശയിൽ വന്ന വാഹനത്തിനും തട്ടും. അങ്ങനെ 3 ആക്സിഡൻ്റ് അവിടെ നടക്കും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡത്തെ വാഹനക്കാർ ഒന്ന് സ്ലോ ആക്കി ഒന്ന് കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് വണ്ടിയിൽ പോകും. അങ്ങനെ കുറേ ഈഗോ വാശിയുള്ള കുറേ ഡ്രൈവർമാരുണ്ട്. കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ബൈക്ക്, കാറ്, വലിയ വാഹനങ്ങൾക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ കാണാറില്ല. ചെറിയ വാഹനങ്ങൾ എല്ലാവരും നമ്മൾ പറയുന്നില്ല. ഈ തെറ്റ് ചെയ്യണോലെ നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ. ഒന്ന് നമ്മൾ സഹകരിച്ച് കൊടുത്താൽ ആ വണ്ടിയും പോകും, വരുന്ന വണ്ടിയും പോകും, ഓവർടേക്ക് ചെയ്യുന്നവന് ചെയ്യും ചെയ്യാം. ഈ ഈഗോ ഉള്ള ആൾക്കാർക്കാണ് ഭയങ്കര പ്രശ്നം. അതായത് വാശി, പ്രഷറുള്ള ആൾക്കാർക്ക്. ആഹാ ഇത് ഇന്ന ഓവർടേക്ക് ചെയ്യും, എൻ്റെ വണ്ടി, എൻ്റെ പാട്ട വണ്ടി, ഇഞ്ച കോടിക്കണക്കിന് ഉറുപ്പിക വിലയുള്ള വണ്ടിനെ ഓവർടേക്ക് ചെയ്യേ, അല്ലെങ്കിൽ 5 ലക്ഷം ഇഞ്ച സ്വിഫ്റ്റ് വണ്ടി എൻ്റെ ആൾട്ടോ മാരുതി ഇഞ്ച ഓവർടേക്ക് ചെയ്യേ, അല്ലെങ്കിൽ ഇഞ്ച സ്വിഫ്റ്റ് കാർ എൻ്റെ ഇഞ്ച ബെൻസിനെ ഓവർടേക്ക് ചെയ്യേ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരു പിന്നെ തരം താഴ്ത്തി കാണുന്ന ആൾക്കാർ, റോഡിൽ വണ്ടീനെ താരതമ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് അവൻ്റെ വണ്ടിക്ക് 15 ലക്ഷത്തേക്ക് 3 ലക്ഷം റുപ്യൻ്റെ വണ്ടി ഓനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചിന്താഗതിയുള്ള കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ ഒന്ന് റോഡിൽ നിന്ന് മാറ്റി വെച്ച് എല്ലാവർക്കും റോഡ് ഒരേ അവകാശമാണ്, ഒരേ അംഗീകൃതമാണ്.
എല്ലാവരും ടാക്സ് ഇൻഷൂർ അടച്ചിട്ടാണ് വണ്ടി ഓടുന്നത്. എല്ലാവരും ഒരു RTOന്റെ ലെവലിൽ നിന്നാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് സൈഡ് കാര്യങ്ങൾ കൊടുത്താൽ ഉഷാറായിട്ട് എല്ലാവർക്കും പോവാം. കുറേ ആൾക്കാരുണ്ട് അങ്ങനെ. ഞാൻ എത്ര വട്ടം കണ്ടു. നമ്മൾ ഒന്ന് ഓണർച്ച് ഓട്ടയ്ക്ക് കയറാൻ തലയിടുമ്പോൾ കാണാണ് സ്പീഡ്. ആ വണ്ടിയാണ് അറിയാതാണ് സ്പീഡ് കൂടുന്നത്. അതുവരെ സ്പീഡ് കൂടാത്ത വണ്ടി നമ്മളാണ് ഫ്രണ്ടാണ് കയറി എന്നാ പിന്നെ കാണാണ്ട് പറഞ്ഞാണ് പോകണം. എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഓട്ടയ്ക്ക് ഞാൻ കയറുക? അവൻ പോകൂല, അവൻ ആ വരവന്നെ വരുള്ളൂ എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഓട്ടയ്ക്ക് ഞാൻ കയറുക. പക്ഷെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടി പോണ വാഹനം എന്താ ഉദ്ദേശിക്കണം? ഇത് ഇന്ന ഓട്ടയ്ക്ക് എന്നാൽ അതൊന്നും കാണണല്ലോ. ഞാൻ ഇത്രയും ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊടുത്ത വണ്ടി, എൻ്റെ തുക്കട വണ്ടി, എൻ്റെ തുക്കട ലോറി അല്ലെങ്കിൽ എൻ്റെ തുക്കട കാറ് ടിഞ്ഞോട്ടയ്ക്ക് അതൊന്നും കാണണല്ലോ എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അന്തോ കുന്തല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതേമാതിരി ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഒരു റോഡ് വന്ന് ജോയിൻ്റ് ആവുന്നുണ്ടോ മെയിൻ റോഡ്? നമുക്ക് ഒരു ബൈക്കോ കാര്യങ്ങളോ ഇതാണെങ്കിൽ റോങ്ങിനാണ് ഈ വരുന്നത്. ഓനെ ലൈറ്റ് ഇട്ട് ഇവിടെ വീതി കൂടുകയല്ലേ, ഓനെ ലൈറ്റ് ഇട്ട് വരിക. എന്നാൽ പിന്നെ ഇവിടെ റോഡ് ഓന് 4 വരിപ്പാതായി മാറുകയാണ്. അപ്പം എനിക്ക് ഞാനിപ്പോൾ വരുമ്പോൾ റോങ്ങിൽ വരുമ്പോൾ അതേ സൈഡിൽ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വന്നാൽ എനിക്ക് അങ്ങോട്ട് പിടിക്കേണ്ടി വരും. അപ്പോൾ ഓനെ തട്ടും. അപ്പം എന്തായി തെറ്റുകാരൻ നമ്മളെ വലിയ വണ്ടി കൊണ്ടുപോയി കുത്തിച്ചു. റോങ്ങിന് വന്ന ഓനൊരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ റോഡുകൾ വരും. അതിന് ഈ ബൈക്കാരുണ്ട് വന്ന് കാണ്ടിട്ട് നേരെ വന്ന് കണ്ട് കയറി കാണ്ട് ആണ് എല്ലാം സ്ലോ ആക്കും. ഓനാ വരുന്ന അതേ സ്പീഡിൽ തന്നെ സ്പീഡിലാണ് പോവുകയാണെങ്കിൽ ആ വണ്ടി പ്രശ്നം വരുന്നില്ല. ഓൻ എന്ത് ചെയ്യും? നമ്മൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേണം സ്ലോ ആക്കും. ആ സ്ലോ ആക്കൽ ഭയങ്കര ഡേഞ്ചറാണ്. ഓനാ വരുന്ന അതേ സ്പീഡിൽ ഓൻ നല്ല സ്പീഡിലേക്കാരം വന്നിട്ടുണ്ടാക്കുക. റോട്ടുമ്പോൾ ജോയിൻ്റ് ആക്കണം നല്ല സ്പീഡിലേക്കാരം. പിന്നെ എന്ത് ചെയ്യുമോ? നമ്മൾ പോയിക്കോട്ടെ എന്നുള്ള നിലക്കാണ് ഓ സ്ലോ ആക്കി തരുന്നത്. പക്ഷെ അതും ഭയങ്കര ഡേഞ്ചറാണ്. ഓൻ എത്ര സ്പീഡിൽ വന്നോ അതേ സ്പീഡിൽ തന്നെ പോയാൽ നമ്മൾ അവൻ്റെ അടുത്തേക്ക് എത്തൂല. അവനെ സ്ലോ ആക്കുന്നതോട് കൂടി എതിർദിശയിൽ നിന്ന് വണ്ടി വരും. നമുക്ക് അവനെ ചവിട്ടിയാൽ കിട്ടൂല. ചിലപ്പോൾ ലെഫ്റ്റ് തട്ടും മുട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് അപകടം വരും. അങ്ങനെ കുറേ റഫ് ഡ്രൈവർമാരുണ്ട്. ഞാനോ നിങ്ങളോ നല്ലൊരു ഡ്രൈവർമാരായിട്ടല്ല, നമ്മൾ ഇതൊക്കെ റോഡിൽ ഡെയിലി നിത്യം കാണുന്ന സംഗതികളാണ്. അപ്പോൾ ഇത് ചെയ്യുന്നവരും കാണുന്ന നമ്മളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് പരിപാടികൾ ഒരുപാട് ആൾക്കാർക്ക് ജീവൻ കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് ആൾക്കാരെ വീട്ടിൽ മൂലൊക്കെ കടത്താതെ നമുക്ക് അവർക്കൊരു ജീവിതം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിനെന്ത് ചെയ്യണം? 2 കൂട്ടരൊന്ന് മനസ്സ് വെക്കണം. വാശി എന്ന് പറഞ്ഞ സംഭവം, പ്രഷർ എന്ന് പറഞ്ഞ സംഭവം മനസ്സിലും ശരീരത്തിലും ഇല്ലാതിരിക്കണം. എന്നാൽ എല്ലാം നടക്കും. ഈ ബൈക്ക് കാറൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ട കേസുണ്ട്. നമ്മൾ ആരും കുറ്റം പറയല്ല. നേരെ പോക്കറ്റ് റോഡിൽ വന്നു കാരണം ഒറ്റ കയറില്ല മെയിൻ റോഡിക്ക്. എന്നിട്ട് ഉരുട്ടി അങ്ങനെ പോകും. അങ്ങനെ കുറേ ഉണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ് ആ ഉരുട്ടല്. അവന് ഗ്യാപ്പ് അവിടെ ഉണ്ടെങ്കിൽ ഓൻ പോകണം, എടുത്ത് പോകണം. എന്താ ചെയ്യുക? മറ്റേ വണ്ടി അവിടെ എത്തൂല. അപ്പോൾ ഓൻ്റെ വണ്ടിക്ക് തട്ടൂല. മറ്റേ ഓനെ സ്ലോ ആക്കുന്നതോട് കൂടിയാണ് മറ്റേ വണ്ടി അവിടെ എത്തുമ്പോൾ സ്ലോ ആക്കലും പിന്നെ ബാക്കിലോ വരുന്നോ ചവിട്ടും, അല്ലെങ്കിൽ എതിർദിശയിൽ വരുന്നോ ചവിട്ടും. ചവിട്ടിയാൽ ചിലപ്പോൾ ഒന്ന് പാളും പിടക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറേ കാൽനട യാത്രക്കാരുണ്ട്. റോഡിന് പോലെ റോഡുമ്പോൾ കയറിയാൽ പിന്നെ റോഡ് 6 വരിപ്പാത ആവുന്ന പോലെ വിചാരം. ഇഷ്ടം പോലെ സൈഡ് ലെഫ്റ്റിൽ നടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടാവും. നടന്നു പോവുക, അങ്ങോട്ട് സൈഡിലേക്ക് പോകില്ല. അവർക്ക് റോട്ടുമ്പോൾ കൂടി നടന്നെങ്കിൽ പോലെ ചെരുപ്പ് നിലത്ത് പോയരക്കും. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആവശ്യമില്ലാതെ അപകടം വിളിച്ചു വരുത്തുക. നടന്നു പോണ ഒരു വ്യക്തി എന്തായാലും ഒരു വാഹനത്തിനടിച്ചാൽ വാഹനത്തിനൊന്നും പറ്റൊന്നുമില്ല. പക്ഷെ ആ വ്യക്തിക്കേ പറ്റുള്ളൂ. ഓൻ്റെ കയ്യോ കാലോ തലയോ പൊട്ടി അല്ലെങ്കിൽ വല്ല വണ്ടിയുടെ ചോട്ടൊക്കെ ചെല്ലും. അങ്ങനെ കാൽനട യാത്രക്കാർ കുറേ അങ്ങോട്ട് കുറേ നമുക്ക് ദേഷ്യം വന്ന കാറി കുറച്ച് തുപ്പലുണ്ട്. തുപ്പ് ചെയ്യും, വള്ളം തെറിപ്പിക്കും. ഓണടിച്ചിട്ടൊന്നും മാറാത്ത കുറേ തെണ്ടികളുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ലെഫ്റ്റ് സൈഡിൽ അവർക്ക് നടന്നു പോകാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും. എന്നാലും അവർ റോട്ടിക്കേ നടക്കുള്ളൂ.
അപ്പോൾ അപ്പോഴാണ് നമുക്ക് ആ പ്രഷർ ഞാൻ പറഞ്ഞ സംഗതി ചെയ്തത്. ഒന്നും തട്ടിച്ചാലോ അല്ലെങ്കിൽ ഒന്നും കുത്തിച്ചാലോ എന്നൊക്കെ തോന്നും നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അവരെങ്ങനെ വെച്ചാൽ പോട്ടെ, അവരെ മെല്ലെ രക്ഷപ്പെടുത്തുക. അന്തല്ലാത്തതുകൊണ്ടാണ് അത് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. നമുക്ക് അന്തം ഉണ്ടായിട്ട് കാര്യമില്ല, വരുന്ന ഓനെ കൂടി അന്തം വേണ്ടേ, അപ്പോഴേ ഇതൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അന്തല്ലാത്തപോലെ എന്തെങ്കിലും കാണിക്കണേന് നമ്മൾ അതുപോലെ ആകുമ്പോഴാണ് ഈ തട്ടലും മുട്ടലും ചീറ്റലും പിടിച്ചലും കേസും കുത്തലും അടിയും കൂടിയൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ആദ്യം ഒന്ന് ശ്രമിക്കുക, ഒരു സൗഹാർദ്ദം നല്ല നിലക്ക് ഒന്ന് ഓണടിച്ച് കൊടുക്കുക. പിന്നെ അവന് അപ്പോഴും വാശിയാണെങ്കിൽ പിന്നെ നമ്മൾ മെല്ലെ ഒഴിഞ്ഞു വയ്ക്കുക. അപ്പോഴും വാശിയാണെങ്കിൽ പിന്നെ മെല്ലെ കൊണ്ടുപോയി കുത്തിക്കുക, വേറെ വർത്താനൊന്നുമില്ല. അപ്പം പിന്നെ നമ്മളവിടെ ഒന്നും നോക്കാനൊന്നും കരുത്. നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ ക്ഷമിക്കുക, നല്ലോണം ക്ഷമിക്കുക. ഭൂമിയുടെ അങ്ങേതല വരെ നമ്മൾ ഡ്രൈവർമാർ ക്ഷമിക്കണം. വരുന്നവനേതാനും അന്തല്ല നോട്ടമായിട്ട് നമ്മളാകരുത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് തീർക്കണം. ഞാൻ അങ്ങനെ വെറുതെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കൊക്കെ ബോറടിക്കും. അപ്പം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാവരും ക്ഷമിക്കുക, നല്ല രീതിയിൽ നടക്കുക, റോഡിൽ വാഹനം ഓടിക്കുക. ഞാനും നല്ലൊരു ഡ്രൈവറോ കാര്യങ്ങളോ ആയിട്ടല്ല. ഈ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ സംഗതി ഒരാൾക്കും തേഞ്ഞ വ്യക്തിയല്ല. ഡ്രൈവിംഗ് പഠിഞ്ഞോന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കും, അത്രേ ഉള്ളൂ. പഠിഞ്ഞോന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയണം. ഡ്രൈവിംഗ് ആരും തേഞ്ഞൊരു വ്യക്തിയില്ല. നമ്മൾ ഓടിക്കും. നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. വരുന്നോ വിരാന്തനാണെങ്കിൽ നമ്മൾ ഡ്രൈവിങ്ങിലൂടെ ഫാൾട്ടായില്ലേ. അപ്പം നമ്മൾ വണ്ടി ഓടിക്കോ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. നമ്മൾ ഇപ്പോൾ കർണൂർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ഒരു RT ഉണ്ട്. ആ കർണൂർ RTക്ക് നമുക്ക് 300 രൂപ കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ ഹൈദരാബാദ് എക്സ്പ്രസ് കഴിഞ്ഞ് കുറച്ച് പോയി കഴിഞ്ഞാൽ കാമറട്ടി എന്ന് പറഞ്ഞ സ്ഥലം വരും. അവിടെ ഒരു RT ഉണ്ട്. അവിടെ നമുക്ക് 300 രൂപ കൊടുക്കണം. പിന്നെ തെലുങ്കാന ബോർഡറായ ആദിലാബാദ് നമുക്കൊരു RT വരും. അവിടെ 400 രൂപ കൊടുക്കണം. ആദിലാബാദ് തെലുങ്കാനയിലാണ്. തെലുങ്കാന ബോർഡർ കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ബോർഡറാണ്. കാമായി എന്ന് പറയും. കാമായിൽ നമുക്ക് 220 രൂപ തൂക്കാൻ കൊടുക്കണം. വണ്ടി അവിടെ വേപ്പിടിച്ചാണ്, ഫുള്ള് വേപ്പിടിച്ചാണ്. അതിലൊരു വണ്ടിയുടെ പോകണേ വണ്ടി തൂക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അവിടെ തൂക്കാൻ 200 രൂപ നമുക്ക് കൊടുക്കണം. 500 രൂപ RTOൻ്റെ മാമൂലും കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് RTOക്ക് മാത്രം 500, 400, 900, 300, 1200, 1500 രൂപ നമുക്ക് RTOക്ക് മാത്രം ചിലവുണ്ട്. ഇനി ഇവിടെ നിന്ന് പോകാം. പിന്നെ 600 ചിലപ്പോൾ ലൈൻ RT ഉണ്ടാവും. ചിലപ്പോൾ അവരുണ്ടെങ്കിൽ 200 രൂപയും കൊടുക്കണം. നാട്ടുകാരെ മുഴുവൻ ലോറിക്കാർ തീറ്റിപ്പോറ്റണേ. എന്താ നിങ്ങൾ പറയുന്നത്? എത്ര കുടുംബം ഒരു ലോറി കാരണം കഴിഞ്ഞു പോകുന്നറിയോ? ഒരു പഞ്ചറടക്കാരൻ, ഒരു ഗ്രീസടിക്കാരൻ, ഒരു വർക്ക്ഷോപ്പുകാരൻ, ഒരു പാർട്സടക്കാരൻ, ഒരു പെയിൻറ്റർ, ഒരു ബോഡി വർക്ക്ഷോപ്പർ, ഒരു വെൽഡർ, ഒരു ഡ്രൈവർ, 2 ഡ്രൈവർ, ഒരു മുതലാളി, പിന്നെ ടാക്സ് അടക്കണ പോലെ, ഇൻഷുറൻസ് അടക്കണ പോലെ, പെർമിറ്റ് പുതുക്കുന്ന പോലെ, ഇങ്ങനെ എത്ര ആൾക്കാരെ തീറ്റിപ്പോറ്റാണ്. ഓയിൽ, ഗ്രീസ് അടിക്കണവർ, അതുപോലെ ദാർപ്പായി ഇടുന്നവർ, ദാർപ്പായി കെട്ടണവർ, ലോഡിങ്ങുകാർ, ബ്രോക്കർ. ഒരു ലോറിമെന്നേ ഒരു 20 കുടുംബം അറിയാതെ കഴിഞ്ഞു പോയിട്ട്. അപ്പോൾ നമുക്ക് ഇനി 1500 രൂപ RTOക്ക് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ഇറക്കാൻ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ലോഡ് ഇറക്കുന്നിടത്ത് നമുക്ക് 2500 രൂപ ചിലവുണ്ട്. നമുക്ക് ഈ ലോഡിങ്ങിൻ്റെ പൈസ ഇല്ല. അതുപോലെ ബ്രോക്കർ കമ്മീഷനും ഇല്ല. ഇറക്കുന്നിടത്ത് 2500 രൂപ ചിലവുണ്ട്. ഈ റൂട്ടിൽ ഫുള്ള് എക്സ്പ്രസ് വാഹനങ്ങളായിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ തീരുന്നതാണ്. ബാക്കി വീഡിയോ ആയിട്ട് മറ്റന്നാളൊക്കെ ആയിട്ട് വരും. എല്ലാവരും നമ്മളെ വീഡിയോ കാണുക. നമ്മുടെ സംസാര രീതിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആർക്കെങ്കിലും പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും എന്ന് പറഞ്ഞു, എൻ്റെ സംസാര രീതി അങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങളൊരു തെറ്റുകുറ്റായിട്ട് കാണരുത്. എന്താണെന്നറിയില്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടുന്നതാണല്ലോ. ഇപ്പോൾ നല്ലൊരു ഇറക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഞാൻ വണ്ടി ഇഞ്ചൻ ബ്രേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അത് ന്യൂട്രൽ അടിക്കുന്ന വണ്ടിക്കാരാണ് ഇപ്പം ന്യൂട്രാക്കി ഒറ്റ പോക്ക 70, 80, 90, 100 ഒക്കെ കയറും.
അപ്പോൾ ഞാൻ ഇഞ്ചൻ ബ്രേക്ക് ഇട്ട് ബ്രേക്കിലിട്ടിട്ട് ഇറങ്ങിയ വണ്ടിയാണ് ഇപ്പോൾ ഈ 70 സ്പീഡിൽ പോകുന്നത്. ഇതന്നെ ഓവറാണ്. 60-65 മേലൊക്കെ വരാനേ പാടില്ല വണ്ടി. ഞാൻ 50-55 നോർമൽ സ്റ്റേജിൽ പോകും. ഇറങ്ങുമ്പോൾ ഒരു 60-65 വരും. പിന്നെ എക്സ്പ്രസ്സൊക്കെ ഓടുകയാണെങ്കിൽ അതിനനുസരിച്ച് പോകും, അത് വേറെ വിഷയം. അത് ആ ലോഡിൻ്റെ ടൈമിനനുസരിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.